ലോ ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. നമസ്കാരം. ചുരുളി എന്ന സിനിമ വലിയ വിവാദമായിരിക്കുകയാണ്. 2021 പുറത്തിറങ്ങിയ ചിത്രം ഇപ്പോ ഒരു വിവാദമാകേണ്ട സാഹചര്യം അത് എങ്ങനെയാണ്? അല്ല, രണ്ടു തരത്തില് അതിൽ വിവാദത്തിന്റെ സ്കോപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ എന്താണ് ഈ പറയുന്ന ചിത്രം റിലീസിങ്ങിലേക്ക്, അതായത് തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡ്രാമ. അതല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ കാണുന്ന പോലെ എന്താണ് സംവിധായകനും ഈ പറഞ്ഞ അഭിനേതാവായിട്ടുള്ള ജോയിച്ചേനും തമ്മിലുള്ള എന്താണ് ഒരു തർക്കം. ഇത് എന്താണെന്നുള്ള കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും അറിയാൻ പറ്റും. കാര്യം ഇവർ തമ്മിൽ ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിയമപരമായിട്ടോ പരസ്പരം തീരേണ്ട ഒരു വിഷയം ഇങ്ങനെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ എന്താണ് താല്പര്യം എന്നുള്ളത് വളരെ ദുരൂഹമാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു, എന്താണ് ഇതൊന്നും അറിയാതെ എന്ത് ചെയ്തു ജോജു പോലൊരു നടനെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന വഞ്ചിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും കാലം അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു തുറന്നു പറയാൻ വേണ്ടി, അതായത് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കേരളത്തിലെ ഇപ്പോഴാണ് അദ്ദേഹത്തിന് കുട്ടികൾ കേട്ടാൽ ആ സിനിമയിലെ പ്രശ്നങ്ങൾ മനസ്സിലായെന്നുള്ളത് മനസ്സിലാവാൻ പറ്റാത്ത കാര്യമാണ്. അല്ലെങ്കിൽ എന്താണ് അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. കാര്യം ഇത്രയും കാലം എന്ത് ചെയ്തില്ല അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യാനോ, അല്ലെങ്കിൽ അത് തെറ്റായി പോയെന്ന് പറയാനോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്ത് എന്ത് ചെയ്യാമായിരുന്നു, നിയമപരമായിട്ട് ആക്ഷൻ എടുക്കാമായിരുന്നല്ലോ. ആ ചിത്രം ഇറങ്ങിയതിന് ശേഷവും ആകാമായിരുന്നല്ലോ. അതിനടുത്ത സമയങ്ങളിൽ എന്തോരം ചർച്ചകൾ നടന്നു, വിവാദങ്ങൾ നടന്നു, എന്തൊക്കെ തരത്തിലുള്ള തന്നെ വിമർശനങ്ങൾ ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്തൊന്നും തന്നെ തോന്നാത്ത ഒരു കുറ്റബോധം വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ തോന്നുന്നുവെങ്കിൽ അതിനെന്താണ് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു അതിന്റെ ഒരു പിന്നിലൊരു തിരക്കഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ ചിത്രം കണ്ടിട്ടുണ്ടോ? ആ ചിത്രം കണ്ടപ്പോൾ തന്നെ നമുക്കറിയാലോ, എല്ലാവരും അന്ന് നമ്മൾ ഈ പറഞ്ഞ അന്ന് ഇതുപോലൊരു വിവാദത്തെ സൃഷ്ടിച്ചാണ് എന്ത് ചെയ്യുന്നത് ആ ചിത്രം എന്ത് ചെയ്യുന്നത്. കുട്ടികളടക്കമുള്ളവരെ കാണാൻ അത്ര കണ്ട് നല്ല ഒരു സിനിമയല്ല. സിനിമ നല്ലതാണ്, പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് പൊതുസമൂഹത്തിലേക്ക് ഒരു നല്ല സന്ദേശം കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പച്ചയ്ക്ക് എന്താണ് തെറി വിളിക്കുന്ന അവസ്ഥയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത സമയത്ത് ഈ പറഞ്ഞ പോലെ പല വിവാദങ്ങളും ഒക്കെ ഈ പല വിവാദങ്ങളുമായിട്ട് പല വിഷയങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ ആ സിനിമയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തില്ല ഒരു ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ, ഇപ്പോൾ RJ അഞ്ജലിയുടെ വിവാദമോ അല്ലെങ്കിൽ ഇതൊന്നും ഒരു വിവാദമേ അല്ല. കാരണം എന്താണ് അത്രയ്ക്ക് മാത്രം പച്ചയ്ക്ക് എന്ത് ചെയ്യുവാണ്, തെറി വിളിക്കുകയാണ്. അപ്പൊ അതിന്റെ യഥാർത്ഥത്തിൽ ആ കാര്യം പല പല ട്രോളുകളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും അത് അന്ന് മുതലേ ഇപ്പോഴും എന്ത് ചെയ്യുന്നു, അത് ട്രോളുകളായിട്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നു. തന്നെയല്ല ഒരു ചുരുളി എന്ന് തന്നെ പറയുന്നത് എന്താണ് ഒരു തെറിവിളിയുടെ ഒരു സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് എന്ത് ചെയ്തു മാറിയ ഒരു ഇപ്പോഴും മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതിൽ അന്ന് ഇത്രയും കാലം എന്ത് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ, അല്ലെങ്കിൽ അന്ന് ആ കാര്യങ്ങൾ, അതായത് ഇപ്പം വേതനം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് എന്താണ് സിനിമാ പ്രദർശന IFSK മാത്രമായിട്ട് എടുത്ത സീനായിരുന്നു. അപ്പൊ അവിടെയും മനുഷ്യരല്ലേ കാണുന്നത്. അപ്പൊ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു ശ്രമം വാദത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയത്തില്ല. അതിന്റെ പിന്നിൽ എന്തായാലും എന്തൊക്കെയോ ഒരു തിരക്കഥയ്ക്കുള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ മോശം വാക്കുകൾ, ഈ തെറി വാക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങുന്നത്, കല എന്ന് പറയുന്ന ലേബലിൽ ഇറങ്ങുന്നത് നല്ലതാണോ? അല്ല, അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിനിമാ നിർമ്മാതാക്കളെയോ അല്ലെങ്കിൽ സിനിമാ സംവിധായകരെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. ഇവിടെ സെൻസർ ബോർഡ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെൻസർ ബോർഡുണ്ട്, കേന്ദ്ര സെൻസർ ബോർഡുണ്ട്. ഇവരുടെയൊക്കെ സർട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി കിട്ടത്തുള്ളൂ. അത് OTT-യിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന തിയേറ്ററിലായാലും എവിടെയായാലും കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ ഇത് പരിശോധിച്ച് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രദർശനാനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്നുള്ള കാര്യം ഇപ്പോഴും എന്തല്ല അവ്യക്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മൊത്തത്തിലൊരു നോക്കുമ്പോൾ എന്താണ് മുഴുവനായി നോക്കുമ്പോൾ ഇതിലൊരു ദുരൂഹത വളരെ വ്യാപകമാണ്. കാര്യം ഇത്തരത്തിലൊരു ചിത്രം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ സിനിമ പോലും എന്ത് ചെയ്യുന്നില്ല, സെൻസർ ബോർഡ് അനുമതി കൊടുക്കുന്നില്ല. അപ്പൊ അതിന് മുമ്പ് പല ചിത്രങ്ങൾ എന്ത് ചെയ്യുന്നു, അനുമതി കിട്ടാതെ എന്ത് ചെയ്യുന്നു, പൊളിറ്റിക്കലി ഉള്ള കാരണങ്ങൾ കൊണ്ടും, അല്ലെങ്കിൽ എന്താണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് കൊണ്ടും, അല്ലെങ്കിൽ സമൂഹത്തിന് തെറ്റായ മെസ്സേജ് കൊടുക്കുന്നെന്നുള്ള കാരണം പറഞ്ഞു, അങ്ങനെ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പലപ്പോഴും എന്ത് ചെയ്യാത്തത്, അനുമതി കൊടുക്കാത്തത്. അല്ലെങ്കിൽ അതിലെ ചില ദൃശ്യങ്ങൾ, അശ്ലീലമായ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടും അത് കുട്ടികൾക്ക് കാണാൻ കഴിയാതെ, അങ്ങനെ പല കാരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞ് അനുമതി നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു നാട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സിനിമയ്ക്ക് എന്ത് ചെയ്യുന്നത്, പ്രദർശന അനുമതി കിട്ടിയത്. അപ്പോൾ എന്ത് ഈ മാനദണ്ഡമാണെന്നുള്ള കാര്യം അതിലും അവ്യക്തമാണ്. എന്നാൽ അന്ന് എന്ത് ചെയ്തില്ല, ഇത് OTT-യിൽ പോയി അത്യാവശ്യം അവരെന്ത് ചെയ്ത് അവർ ഉദ്ദേശിച്ച രീതിയിൽ മാർക്കറ്റിംഗ് നടത്തി അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ മേടിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യണം, അവര് തിയേറ്ററിലേക്ക് കൂടെ എന്ത് ചെയ്യാം, ഇപ്പോഴും വീണ്ടും ചുരുളി അറിയാത്തവര് പോലും അവസ്ഥയിലേക്ക് എത്തിച്ചെന്ത് ചെയ്യാൻ കഴിയും. ഇനിയും
ഇനി ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഒക്കെ അറിയാൻ വേണ്ടി ഒരു ആളുകളിൽ ഒരു ജിജ്ഞാസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു വിവാദത്തിന്റെ വീണ്ടും പ്രൊമോട്ട് ചെയ്യുക. തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ എന്താണ്, ഇപ്പം ഇദ്ദേഹത്തിന് വേതനം കിട്ടിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് എഗ്രിമെന്റ് ഉണ്ടെന്നും പറയുന്നു എങ്കിൽ അയാൾക്ക് കോടതിയിൽ കേസ് കൊടുത്താൽ പോലെ, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് നിയമപരമായിട്ട് ഇത്രയും കാലം അയാൾ ഒരു നടപടി എടുത്തിട്ടില്ല, എന്തുകൊണ്ട് ഇപ്പം കേസ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഹർജികളൊന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാമായിരുന്നു, കൃത്യമായിട്ട് ആ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാമായിരുന്നു. അയാൾ സിനിമാ സംഘടനയുടെ ഭാഗമാണ്, സംവിധായകർക്ക് സംഘടനയുണ്ട്, അതായത് നടന്മാർക്ക് സംഘടനയുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ശക്തമായ സംഘടനയാണ്. കാര്യം ഏതെങ്കിലും ഒരാളുടെ തൊഴിൽ വിലക്ക് ഏർപ്പെടുത്തിയാൽ അല്ലെങ്കിൽ വേതനം കൊടുത്തില്ലെങ്കിൽ ശക്തമായി ഇടപെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പവർഫുള്ളായിട്ടുള്ള കമ്മിറ്റികളാണ്. കാര്യം എന്താണ്, ഇവിടെ പല ആളുകളുടെയും കേസുകൾ പോലും ഒത്തുതീർക്കാക്കുന്ന ഒരു സമാന്തര കോടതികൾ പോലെ പ്രവർത്തിക്കുന്ന സിനിമാ സംഘടനകളുള്ള നാട്ടിലാണ് ഇത്രയും കാലം എന്ത് ചെയ്തില്ല, ഇതൊന്നിനെക്കുറിച്ചൊന്നും എനിക്ക് വേതനം ലഭിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന വേതനം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കൊടുക്കുന്നു. അപ്പോൾ പറയുന്നത് അതുപോലെ എഗ്രിമെൻറ്റ് കാണിക്കണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്ത് തെറ്റിദ്ധരിപ്പിച്ചാണ് എന്ത് ചെയ്തത് ഈ സിനിമയിൽ അഭിനയിപ്പിച്ചതെന്ന് പറയുന്നു, ഈ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കത്തില്ല എന്ന് അനുമതി കൊടുക്കത്തില്ല എന്ന് പറയുന്നു. അതുകൊണ്ടൊന്നും എന്താണ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ എവിടേക്കാണ് ഇവരുടെ പോക്കെന്നുള്ളത് കാര്യം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കണമോ? അല്ല, ഈ സിനിമ പ്രദർശിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇപ്പൊ ഞാനോ നമ്മളോ അല്ല. ഇതിനിവിടെ കൃത്യമായിട്ട് കാഴ്ചക്കാരൻ എന്ന നിലയിൽ കേരളത്തിൽ ഇത് പ്രദർശിപ്പിക്കാൻ ഒട്ടും എന്തല്ല അനുയോജ്യമായിട്ടുള്ള സിനിമയല്ല. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിനെന്ത് മറ്റൊരു വെർഷൻ ഉണ്ട്, തെറിയില്ലാത്തൊരു വെർഷനും എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസർ ബോർഡിന്റെ അല്ലെങ്കിൽ എന്താണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു സിനിമയ്ക്ക് 2 വെർഷൻ എടുക്കുന്നു, ഒന്നിലെന്ത് ചെയ്യുന്നു പച്ചത്തെറി വിളിച്ച് എന്ത് ചെയ്യുന്നു OTT-യിൽ അതെന്ത് ചെയ്യുന്നു, അപ്പൊ ഇത് ഒഴിവാക്കിയും ആ സിനിമ എടുക്കാമായിരുന്നു എന്ന് ഓടിക്കുന്നു. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു തിരിച്ചാക്കിയിട്ട് എന്ത് ചെയ്യുന്നു തിയേറ്ററിലേക്ക് കാണുന്നു. അപ്പൊ അതൊരു കാണികളെ രണ്ടുപേരെ എന്ത് ചെയ്യുന്നു രണ്ട് തരത്തിലും. അതോടൊപ്പം തന്നെ എന്താണ് അദ്ദേഹം അവരും OTT-യിൽ കയറുന്നത് പണമടച്ചിട്ട് തന്നെയാണല്ലോ OTT രജിസ്റ്റർ ചെയ്ത് കയറുന്നത്. അപ്പോൾ അവരൊരു ചെയ്യുന്ന കാര്യം എന്തല്ല ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു സെൻസർ ബോർഡും അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ സംഘടനകളും അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റും എന്താണ് ഇതിനകത്ത് ഇടപെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. കാര്യം ഇതൊരു എന്താണ് കൃത്യമായിട്ട് ആളുകളെ വീണ്ടും എന്ത് ചെയ്യുന്നു ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇത്തരത്തില് സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നത് ഈ സിനിമ എന്ന് പറയുന്ന ഒരു കലയുടെ മൂല്യം ഇല്ലാതാക്കില്ലേ? സിനിമ എന്ന് പറയുന്ന കലയുടെ മൂല്യത്തിനുപരിയായിട്ട് സിനിമയെ തിയേറ്ററിൽ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഒറ്റയ്ക്കായാൽ പോലും പോയി കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. കാര്യം എന്താണ്, ഇതിൽ ആളുകൾ പോയി എങ്ങനെ കാണും ഈ സിനിമ? ഗ്രീഷ്മ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിലുള്ളതെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് എന്ത് ചെയ്യുകയാണ്, തെറി വിളിക്കുകയാണ്. അത് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അവസരത്തിന് അത് അനുയോജ്യമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്ത സ്ഥലത്ത് പോലും എന്ത് ചെയ്യുന്നു പരസ്പരം അങ്ങ് തെറി വിളിക്കുകയാണ്. അത് എന്തല്ല, അതൊരു ഒരിക്കലും സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് അല്ല എന്ത് ചെയ്യുന്നത്. ഇന്നലെ ജോജി ജോർജ് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. സമൂഹത്തിൽ മുഴുവൻ തെറി ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചപ്പോൾ അത് വല്ലാതെ എന്ത് ചെയ്യപ്പെട്ടു. സ്വാഭാവികമാണ്. കാര്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ എന്ത് ചെയ്യുന്നു സമൂഹം മറ്റൊരു സാധാരണക്കാരോ അല്ലെങ്കിൽ എന്താണ് സിനിമ എന്ന് പറയുന്ന മീഡിയം ഒരുപാട് പേരെ സ്വാധീനിക്കുന്നു. ഇവിടെ സാധാരണക്കാർ ചിലപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ തന്നെയാണ്, സമൂഹത്തിലുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ ഇപ്പം ഈ ചുരുളി എന്ന് പറയുന്ന സിനിമ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്ന എല്ലാ തെറി വിളിച്ചു കൊണ്ടുപോകുന്നതൊന്നുമല്ല. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി വാല്യൂ ഉള്ള സമൂഹം ഉറ്റുനോക്കുന്ന ഒരു സിനിമാ താരമോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വേറൊരു വെർഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അതിന് വേറൊരു മാനമാണുള്ളത്. ആ ഒരു മാനമാണ് എന്ത് ചെയ്യപ്പെട്ടത് ഇവിടെയും കൂടുതലായിട്ട് എന്ത് ചെയ്യപ്പെടുന്നത് ഫോക്കസ് ചെയ്യുന്നതും അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും ആ ഒരു ഭാഗമാണ്. അത് ഒരിക്കലും എന്തല്ല അംഗീകരിക്കാൻ പെടുന്ന ഒരു സാഹചര്യമല്ല. ഇതിന്റെ യാഥാർത്ഥ്യം പറയണമെങ്കിൽ ഇനി നമ്മൾ അതിന്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരു തിരക്കഥയിൽ എന്തോ ഒരു അണിയറ പ്രവർത്തനം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നടക്കുന്നുണ്ട്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യപ്പെടും, അത് ഏത് രൂപത്തിലാണ്, അതിനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. അതാണ് അല്ലെങ്കിൽ ഇത്രയും കാലം ഇല്ലാത്തൊരു കാര്യം, ഇത്രയും കാലം ബോധം വരാത്ത കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്തു, ഇപ്പോഴല്ലല്ലോ സ്കൂളിൽ പോയത്. ഇപ്പൊ ആരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാലത്ത് സിനിമ ഇറങ്ങിയപ്പോഴല്ലേ ഇതൊക്കെ ചർച്ച ചെയ്തത്. അന്ന് അദ്ദേഹത്തിന് തിരുത്തി പറയാമായിരുന്നല്ലോ, അന്ന് ഇതിന് 2 വെർഷനുണ്ട്, ഇതെന്നെ എന്ത് ചെയ്തു പറ്റിച്ച് ചെയ്തതാണ്, അല്ലെ എന്നെ ഇതെന്ത് ചെയ്തു എൻ്റെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ എന്ത് ചെയ്യുന്നു ഇതൊരു വല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു അഫക്റ്റ് ചെയ്യുന്നു, അല്ലെ എന്നോട് ഇത് ചെയ്തത് എന്തല്ല ഒരു നീതീകരിക്കപ്പെടുന്ന കാര്യമല്ല, എന്നെ എന്ത് ചെയ്തതാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പൊ എല്ലാം കഴിയുമ്പം പുള്ളി പറയുന്നത് എന്താണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊരു എന്തല്ല, അതൊരു കൃത്യമായിട്ടുള്ളൊരു വെർഷനായിട്ട് എടുക്കാൻ കഴിയത്തില്ല. പിന്നെ സംവിധായകൻ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം പറയുന്നതിനെ തൊട്ടപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു അതിനുള്ള മറുപടി എന്ത് ചെയ്യുന്നില്ല, തയ്യാറാക്കി വെച്ച മറുപടി പോലെ എന്ത് ചെയ്യുന്നു, 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് എന്തല്ല ഒരിക്കലും ഒരു ശരിയായ എനിക്ക് തോന്നുന്നൊരു മുൻകൂർ ജാമ്യം എടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഇവര് വീണ്ടും ഈ ഒരു ചർച്ച ചെയ്യപ്പെടാനും ഈ സിനിമയുടെ ഒരു
ഫ്രീ മാർക്കറ്റിങ്, അതായത് വീണ്ടും നമ്മൾ പറയുമല്ലോ ഇപ്പോൾ പഴയ പട സിനിമകളൊക്കെ എന്ത് ചെയ്യുന്നു, വീണ്ടും റീ റിലീസ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുന്നു, ഇനി ഇതൊരു കേരളത്തിലേക്ക് വീണ്ടും ചുരുളി ഒരു റീ റിലീസിങ്ങിന് തരത്തിലേക്ക് എത്തിച്ചെന്ത് ചെയ്യുന്നു, ഒരിക്കൽ കൂടി ഈ പറയുന്ന തിയേറ്ററിലും അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തെയും കൂടെ എന്താണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം ഉണ്ടാക്കി കാണിക്കാനുള്ളൊരു ശ്രമമാണെന്നിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ.